നമസ്കാരം. ഞാൻ ഡോക്ടർ ശരണ്യ വിജയകുമാർ. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്യാട്രിസ്റ്റ്, ലോക മെഡിസിറ്റി ഹോസ്പിറ്റൽ കാരകുളം ആൻഡ് ഡെയിൽവ്യൂ കെയർ പോയിൻറ്റ് പൂനലാൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ലഹരി വസ്തുക്കളുടെ അമിത ഉപയോഗത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇപ്പോൾ സമൂഹത്തിൽ അതൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മദ്യപാനം, അതുപോലെ കഞ്ചാവിൻ്റെ ഉപയോഗം. അപ്പോൾ എന്താണ് ഇതിനൊരു പോംവഴി? ഇപ്പോൾ മദ്യപാനം, നമ്മളൊരു ലഹരി വസ്തുവിനോട് അടിമയാണോ ഒരാളെന്ന് നോക്കാനായിട്ട് ചില ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ അതിൽ ഒന്നാമതായിട്ട് ആൾക്ക് ക്രേവിങ്, സിവിയർ ആയിട്ടുള്ള ക്രേവിങ് എന്ന് വെച്ചാൽ ആസക്തി, ഒരു വസ്തു തുടർന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കാനുള്ള അമിതമായിട്ടുള്ള ആസക്തി. പിന്നെ അതുപോലെ ആ വസ്തു ആദ്യം ഉപയോഗിച്ച ചെറിയ അളവിൽ ആ ഇഫക്ട്സ് ഒന്നും ഉണ്ടാക്കാതെ ഒരുപാട് കൂടുതൽ അളവിൽ ആദ്യം കിട്ടിയിരുന്ന ആ ഒരു ഹൈ ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഉന്മാദം കിട്ടുന്നുള്ളൂ. പിന്നെ മൂന്നാമതായിട്ട് ജീവിതത്തിൽ ഏറ്റവും പ്രാധാന്യം ഈ ലഹരി വസ്തുവിനാണ്, വേറെ ഒന്നും പ്രധാനമല്ല. എനിക്ക് എൻ്റെ കുടുംബം പ്രധാനമല്ല, പഠിത്തം പ്രധാനമല്ല, എൻ്റെ ജോലി പ്രധാനമല്ല, പൈസ പ്രധാനമല്ല, ഇത് മാത്രമാണ് എൻ്റെ പ്രധാനമായിട്ടുള്ള വിഷയം എന്നുള്ള രീതിയിൽ പെരുമാറുക. പിന്നെ അതുപോലെ ചെറിയ അളവിൽ ഉപയോഗിച്ച് നിർത്താമെന്ന് വിചാരിച്ച് ഒരുപാട് അളവിൽ ഉപയോഗിച്ച് പോവുക, ഒരു ലോസ് ഓഫ് കൺട്രോൾ. അപ്പോൾ ഈ ലക്ഷണങ്ങളിൽ പലതും ഉണ്ടെങ്കിൽ ആ ഒരു വ്യക്തി ഈ ഒരു ലഹരി വസ്തുവിന് അടിമയാണെന്ന് നമുക്ക് പറയാം. ഇനി ഒരു ആൾ ഒരു ലഹരി വസ്തുവിന്, മദ്യത്തിനോടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ലഹരി വസ്തുവിനോടോ അടിമയാണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു, വീട്ടുകാർ അല്ലെങ്കിൽ കൂട്ടുകാർ അല്ലെങ്കിൽ നാട്ടിലുള്ള വേറെ ആരെങ്കിലും കണ്ടുപിടിച്ചു, എന്താണ് അടുത്തൊരു സ്റ്റെപ്പ്? നമ്മൾ ആ ആളെ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ, ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. ഡി അഡിക്ഷൻ സെൻറ്ററിൽ കൊണ്ടുപോയി കെട്ടിയിടുക, അങ്ങനെയൊന്നും അല്ല. ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഒ പി ബേസിസിലും പോസിബിൾ ആണ്. ഒ പിയിൽ വന്ന് മരുന്നുകൾ കഴിച്ച് ആ ആളുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി അല്ലെങ്കിൽ ആ ആളോട് സംസാരിച്ച് ആളുടെ വിഷമങ്ങൾ മനസ്സിലാക്കി എന്താണ് ആ ആളെ കൂടുതലും ഈ ലഹരിയിലേക്ക് നയിക്കുന്നതെന്ന് മനസ്സിലാക്കി മരുന്നുകളും അതുപോലെ കൗൺസിലിങ്ങും ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഡി അഡിക്ഷൻ. ഡി അഡിക്ഷന് വേണ്ടിയിട്ട് അഡ്മിഷൻസ് പോസിബിൾ ആണ്. ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അഡ്മിറ്റ് ചെയ്ത് ഡി അഡിക്ഷൻ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെയും ഓപ്ഷൻസ് പോസിബിൾ ആണ്. അപ്പോൾ പ്രധാനമായിട്ടും നടക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ സ്ഥിരമായിട്ട് ഈ മദ്യത്തിലോട്ടോ അല്ലെങ്കിൽ ലഹരി വസ്തുവിലോട്ടോ പോകാനുള്ള സാഹചര്യങ്ങൾ, ചിലർക്കത് കൂട്ടുകെട്ടായിരിക്കാം, ചിലർക്ക് ജസ്റ്റ് ബിവറേജിലൊരു ക്യൂ കണ്ടാൽ മതിയായിരിക്കാം ഈ ഒരു മദ്യത്തിലോട്ട് ഉള്ള ചിന്ത വരാനായിട്ട്. ആ സാഹചര്യങ്ങളിൽ നിന്നൊക്കെ ഒരു മാറ്റം, അതാണ് ഈ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിന് അഡ്മിഷൻ ആവാനുള്ളതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യം. മദ്യമല്ലാതെ വേറെ എന്തൊക്കെ വസ്തുക്കളാണ് ഇപ്പോഴത്തെ സ്കൂൾ കുട്ടികളിൽ വരെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്രശ്നമാണ് കൂളിൻ്റെ ഉപയോഗം. അല്ലെങ്കിൽ കൂളെന്ന് പറഞ്ഞാൽ നിക്കോട്ടിൻ്റെ ഒരു വസ്തുവാണ്. നമ്മൾ സിഗരറ്റിലൊക്കെ ഉള്ള പോലെ തന്നെ, സിഗരറ്റ് അല്ലെങ്കിൽ ബീഡിയിലൊക്കെ ഉള്ള പോലെ തന്നെ നിക്കോട്ടിൻ്റെ കണ്ടൻറ്റാണ് ഈ കൂൾ എന്ന് പറഞ്ഞ വസ്തുവിലും ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കഞ്ചാവിൻ്റെ ഉപയോഗം, MDMA ഉപയോഗം, വേറെ പല ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇതിനൊക്കെ ഒരു മോചനം വേണമെങ്കിൽ നമ്മൾ രണ്ട് രീതിയിലും, എന്ന് വെച്ചാൽ സൈക്കോതെറപ്പി, കൗൺസിലിങ്ങുമായിട്ട് മുന്നോട്ട് പോകണം. പക്ഷേ സൈഡ് ബൈ സൈഡ് മെഡിസിൻസ് ആയിട്ട് മുന്നോട്ട് പോകണം. മെഡിസിൻസ് എന്ന് പറയുമ്പോൾ മയക്കി കിടത്താനുള്ള മെഡിസിൻസ് അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ആളുടെ വിഡ്രോവൽ സിംറ്റംസ്, ആദ്യത്തെ ഒരാഴ്ചയൊക്കെ വിഡ്രോവൽ സിംറ്റംസ് വളരെ പ്രകടമായിരിക്കും. ഈ ലഹരി വസ്തു ഉപയോഗിച്ച് നിർത്തുന്ന ആദ്യത്തെ ഒരാഴ്ച വിഡ്രോവൽ സിംറ്റംസ് വളരെ കോമൺ ആയിരിക്കും. ആ വിഡ്രോവൽ സിംറ്റംസ് വളരെ കൂടാതിരിക്കാനും വിഡ്രോവൽ കോംപ്ലിക്കേഷൻസിലോട്ട് പോവാതിരിക്കാനും ഉള്ള മെഡിസിൻസ് ആണ് ആദ്യത്തെ ഒരാഴ്ച പ്രൈമറി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ആളുടെ സിംറ്റംസ് അനുസരിച്ച് ഉറക്കക്കുറവുണ്ടെങ്കിൽ ഉറക്കത്തിനുള്ള മരുന്ന് കൊടുക്കും. അതുപോലെ വേറെ ക്രേവിങ്, ആസക്തി കൂടുതലാണെങ്കിൽ ആൻറ്റി ക്രേവിങ് ഏജൻസ് കൊടുക്കും. ആസക്തി കുറയ്ക്കാനുള്ള മെഡിസിൻസ് കൊടുക്കും. അതുപോലെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ നമുക്ക് മുന്നോട്ട് വെക്കാവുന്നതാണ്. അപ്പോൾ ഒരു ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റിനെ പേടിച്ച് ആരും ഇതിലോട്ട് വരാതിരിക്കരുത്. നമുക്ക് ഡോക്ടേഴ്സിനോട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക, എന്താണ് നിങ്ങളെ ലഹരി വസ്തുവിലോട്ട് കൊണ്ടുപോകുന്നത്, എന്തൊക്കെയാണ് എനിക്കതിൽ മാറ്റണം എന്ന് ആഗ്രഹമുള്ളത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് എനിക്ക് എൻ്റെ മകനിൽ അല്ലെങ്കിൽ എൻ്റെ ഭർത്താവിൽ മാറ്റേണ്ട കാര്യങ്ങൾ, മാറ്റണം എന്ന് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്നൊക്കെ ഡോക്ടറോട് ക്ലിയർ ആയിട്ട് സംസാരിക്കുക. ചികിത്സ എടുത്ത് മുന്നോട്ട് പോവുക. ഇപ്പോൾ രോഗി അറിയാതെ ഡി അഡിക്ഷൻ നടത്താൻ പറ്റുമോ എന്നുള്ളത് പല ഭാര്യമാരും അമ്മമാരും ഒക്കെ ഡോക്ടറിനെ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ രോഗി അറിയാതെ മരുന്നുകൾ കലക്കി കൊടുക്കുക, ഇപ്പോൾ കുടിക്കുന്ന ചായയിൽ അല്ലെങ്കിൽ വെള്ളത്തിൽ അല്ലെങ്കിൽ ചോറിലൊക്കെ ഭക്ഷണത്തിലൊക്കെ മരുന്ന് കലക്കി കൊടുക്കുന്ന ഒരു രീതി പണ്ട് ഒരുപാട് കോമൺ ആയിട്ട് ചെയ്യുന്ന ഒരു രീതിയായിരുന്നു. പക്ഷേ അതിനൊക്കെ അതിൻ്റേതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഈ മദ്യം നിർത്താനായിട്ട് ഒരു മരുന്നുണ്ട്, ഒരു ആൻറ്റി അബ്യൂസ് തെറപ്പി എന്ന് പറയും. എന്ന് വെച്ചാൽ ആ മരുന്ന് ദേഹത്തുള്ള, നമ്മൾ ആ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കവേ മദ്യം ദേഹത്ത്
ദേഹത്തിൻ്റെ ഉള്ളിൽ ചെന്നാൽ റിയാക്ഷൻസ് സംഭവിക്കാം. അത് ചിലർക്ക് വളരെ മൈൽഡ് റിയാക്ഷൻസ് ആയിരിക്കാം, ചൊറിച്ചിലോ അല്ലെങ്കിൽ എന്തെങ്കിലും തലവേദന അങ്ങനത്തെ റിയാക്ഷൻസ് ആയിരിക്കാം. ചിലർക്ക് വളരെ സിവിയർ ആയിട്ടുള്ള റിയാക്ഷൻസ് ആയിരിക്കാം. ലിവറിന് കരളിന് പ്രശ്നങ്ങൾ വരുന്ന രീതിയിലോ ശ്വാസം മുട്ടലായിട്ടോ ഒക്കെ പ്രകടമാവുന്ന, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങളായിട്ടൊക്കെ പ്രകടമാവുന്ന വളരെ സിവിയർ റിയാക്ഷൻസ് ആയിരിക്കാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെ മരുന്നുകൾ രോഗിയുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി, ഒരു കൺസെൻറ്റോടു കൂടി, എന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് നമ്മൾ ഒരു ഇൻഫോംഡ് കൺസെൻറ്റ് അല്ലെങ്കിൽ ഒരു റിട്ടൺ കൺസെൻറ്റ് രോഗി എഴുതി ഒപ്പിട്ട് തന്ന് നമ്മൾ ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഇതുപോലത്തെ മെഡിസിൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അറിയാതെ ഈ മരുന്നുകൾ കലക്കി കൊടുക്കുമ്പോൾ ഇതറിയാതെ ആ രോഗി പോയി ഒരുപാട് അളവിൽ മദ്യപിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ റിയാക്ഷൻസ് വളരെ സിവിയർ ആയിട്ട് പ്രകടമായി ഈവൻ ICU കെയർ വേണ്ട രീതിയിൽ പോലും വളരെ സിക്കായിട്ട് പേഷ്യൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു പ്രവണത ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെ കുറവാണ്. നമ്മൾ ഡോക്ടേഴ്സ് വളരെ ചുരുക്കം സാഹചര്യങ്ങളിൽ മാത്രമേ അതുമായിട്ട് മുന്നോട്ട് പോവുള്ളൂ. പരമാവധി രോഗിയുടെ ഫുൾ കൺസെൻറ്റോട് കൂടി അങ്ങനത്തെ മരുന്നുകൾ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ചില കേസസിൽ നമുക്കിപ്പോൾ രോഗി ഉറക്കം തീരെയില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് വെച്ചാൽ സംശയ രോഗങ്ങളോ അല്ലെങ്കിൽ ചെവിയിൽ സംസാരങ്ങൾ കേൾക്കുന്ന പോലെ സൈക്കോട്ടിക് സിംറ്റംസ് എന്ന് പറയും, ഡില്യൂഷൻസ്, ഹാലൂസിനേഷൻസ് ഒക്കെ അടങ്ങിയ സൈക്കോട്ടിക് സിംറ്റംസ് ഉള്ള രോഗികൾക്ക് പലപ്പോഴും ഇൻസൈറ്റ് വളരെ കുറവായിരിക്കും. ഉൾക്കാഴ്ച എന്ന് വെച്ചാൽ എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് ഈ ചെവിയിൽ സംസാരങ്ങൾ കേൾക്കുന്നതുകൊണ്ടാണ് എനിക്ക് പോയി മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ തോന്നുന്നത്, അല്ലെങ്കിൽ എനിക്ക് ഇതെൻ്റെ ഒരു സംശയം മാത്രമാണ്, ഇത് ശരിക്കുള്ള ഒരു കാര്യമല്ല എന്ന് ആ രോഗിക്ക് അറിയുന്നുണ്ടാവില്ല ഒട്ടും. അപ്പോൾ വളരെ സിവിയർ ആയിട്ടുള്ള അങ്ങനത്തെ സാഹചര്യങ്ങളിൽ നമുക്ക് ചിലപ്പോൾ രോഗി അറിയാതെ മെഡിസിൻസ് കൊടുക്കേണ്ടി വരും. അത് പക്ഷേ ഇതുപോലെ റിയാക്ഷൻസ് നടക്കുന്ന മരുന്നുകളല്ല ആ രീതിയിൽ നമ്മൾ കൊടുക്കുക. നമ്മൾ വളരെ ചെറിയ ഡോസിലുള്ള ആൻറ്റി സൈക്കോട്ടിക് മെഡിക്കേഷൻസ് ആളറിയാതെ കൊടുക്കാനായിട്ടും പറയാറുണ്ട് ചില അവസ്ഥകളിൽ.